എൻജോയ് ചെയ്യയുടെ പുതിയ റിയാക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് റിയാക്ഷൻ ചെയ്യാൻ പോകുന്നത് നമ്മള് സൂര്യന്റെ എഴാമറി മൂവിയിലെ ആ സോങ് ആണ്. സംഭവം സോങ് ഒക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഒരു മൂവിയും കണ്ടില്ലേ, അത് പിന്നെ എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ. ശരിക്കും വെച്ചാൽ ഈ സോങ് എന്ന് പറയുന്നത് നമുക്ക് ഈ സീനിന്റെ കൂടെ ചെയ്യുന്ന സമയത്ത് നമ്മൾ സോങ് ചെയ്യാറുണ്ട്, പ്രത്യേകിച്ച് നമുക്ക് സജഷൻ വരാറുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ സോങ് ചെയ്യുന്നത്. ഓറിങ്കാറിങ്ക എന്നിട്ട് സോങ് ആണ്. ഞാൻ പക്ഷേ ഈ സോങ് കണ്ടിട്ട് കുറച്ചായിട്ടോ, ഇപ്പൊ അടുത്തൊന്നും കണ്ടിട്ടില്ല. ഞാനും കണ്ടിട്ട് പണ്ടൊക്കെ കണ്ടിരിക്കുന്നത്. സംഭവം എന്ന് വെച്ചാൽ നമുക്ക് എന്തായാലും ഇപ്പൊ കാണാം. കുറെ വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ഈ പാട്ട് കാണാൻ പോകും. സോങ്ങിലിട്ട് പോകാം. തുടങ്ങിയാലോ? ഇപ്പൊ അടുത്ത് നല്ല നല്ല സോങ്സ് ഉണ്ട് കേട്ടോ. പിന്നെ ഇപ്പൊ അടുത്ത് കേൾക്കുന്ന പാട്ടുകളൊക്കെ വേറെ വേറെ പാട്ടുകളല്ലേ, പുതിയ പാട്ടുകളല്ലേ കൂടുതൽ കേൾക്കുന്നത്. ഇത് നമ്മളെ ഹാരിസ് ജയരാജിന്റെ മ്യൂസിക് അല്ലേ? സൂര്യണ്ണൻ ഹാരിസ് ജയരാജ്, ഇതൊരു വേറെ വേറെ ലെവൽ കോംബോ ആണ്. ഇൻട്രോ കഴിഞ്ഞാണ് തോന്നുന്നത്. സോങ് തന്നെ ഇൻട്രോ കാരണം അവിടെ ഓൾറെഡി തോന്നുന്ന ഇൻട്രോ ഒന്നല്ലേ. കുറെ ആൾക്കാർ ബാക്കിൽ കണ്ടോ നമ്മുടെ ഈ Pudusache, al pone nimse palasache,
தான் ஜெயிக்கவே கூட்டம் தான் உயரவே வேகம் தான் உணரும் போது வேகம் தான் East Africa, mama rica, mamoya. കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് ശരിക്കും ഈ സോങ് കാണുന്നത്. അപ്പൊ ആ ഒരു മൂവിയിൽ കാണുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ആ ഒരു കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് ആ ഒരു ക്യാരക്ടറിന്റെ ഇൻട്രോയും കൂടി കാണും. നമ്മള് നോർമലി കാണുന്ന സമയത്ത് നമുക്ക് അങ്ങനെ പെട്ടെന്ന് തോന്നൂലല്ലോ, പക്ഷെ ഇതിന്റെ കൂടെ കാണുന്ന സമയത്ത് കറക്റ്റ് ആ ഒരു ഇൻട്രോ ഫീൽ കിട്ടുന്നുണ്ട്. പിന്നെ ഇതിന്റെ അകത്ത് നമുക്ക് കുറെ സിംഗേഴ്സ് ഉണ്ട് പാടിയത്. അപ്പൊ അതിന്റെ അകത്ത് പെട്ടെന്ന് നമുക്ക് കേൾക്കുന്ന മനസ്സിലാവുന്ന വോയിസ് എന്ന് പറഞ്ഞാൽ ബെന്നിദയാലിന്റെ വോയിസ് മാത്രമാണ്. ബെന്നിദയാലിന്റെ സൗണ്ട് പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ ബാക്കി ആരുടെയും മനസ്സിലാവുന്നില്ല. ബാക്കി കുറെ സിംഗേഴ്സ് ഉണ്ട്, പേരെടുത്ത് പറയുന്നില്ല, അവരൊക്കെ ഗംഭീരമായിട്ട് പാടിയിട്ടുണ്ട്. ഭയങ്കര എനർജി. ശരിക്കും സൂര്യനെ യൂഷ്വലി എന്താ പറയാ കൊടുക്കുന്ന വോയിസ് എനിക്ക് തോന്നുന്നു ആ ഒരു ക്യാരക്ടറിനെ കുറച്ചൊന്ന് ഡിഫറെന്റ് ആക്കാനാണ്. കാരണം സർക്കസിലെ ആളായിട്ടാണ് കാണിക്കുന്നത്. ആൻഡ് എനിക്ക് തോന്നുന്നു ചില സംഭവങ്ങളൊക്കെ ഒറിജിനൽ ആയിട്ട് തന്നെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അടുത്തുനിന്നുള്ള ഫോക്കസ് ഷോട്ടിലൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ദൂരം നിന്നുള്ളത് നമ്മളെ വിശ്വസിപ്പിക്കുന്നുണ്ട് മാക്സിമം. അതും നല്ല രീതിയിൽ തന്നെ കാണിച്ചും ചെയ്തത്. അതായത് ഒരിക്കലും നമുക്ക് തോന്നുന്നില്ല അത് വേറെയാണെന്നുള്ളത്. ആ ഒരു രീതിയിൽ നന്നായിട്ട് ഭയങ്കര കോർഡിനേഷൻ ശരിക്കും ആ ഒരു സോങ്ങിലുണ്ട്. കാരണം ബാക്കിലുള്ള അതർ ഡാൻസേഴ്സ് അവരൊക്കെ ഗംഭീരായിട്ട് എനിക്ക് പറഞ്ഞ പോലെ ഇനി അവർ ഒറിജിനൽ ഡാൻസേഴ്സ് ആണ്. ആ സമയത്ത് അതായത് ഞാൻ കേട്ടെന്താ അറിയോ, ഒറിജിനൽ ക്രൗഡിനെ തന്നെയാണ് യൂസ് ചെയ്തത് ഡാൻസിന് വേണ്ടിട്ട്. ഡാൻസേഴ്സ് ആണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ആ ക്രൗഡ് ഒറിജിനൽ ആയിട്ട് ഭയങ്കര പ്രൊഫഷണലിസം ഉണ്ട് എല്ലാവരെയും കാണാൻ വേണ്ടിയിട്ടുള്ളത്. ഭയങ്കര ഒരു ഫ്ലെക്സിബിലിറ്റി ശരിക്കും ഇതിനകത്ത് ഈ ഡാൻസിലും കാണിച്ചിരിക്കുന്ന ഫുൾ ഫ്ലെക്സിബിലിറ്റി തന്നെയാണ്. അതായത് ആ ഒരു ക്യാരക്ടറിന് എത്രത്തോളം ഫ്ലെക്സിബിൾ ആവാൻ പറ്റും എന്നുള്ളത്. അതായത് ചാടി ചാടി നിൽക്കുകയാണെങ്കിൽ പറയാല്ലേ. പ്രത്യേകിച്ച് സർക്കസിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ടും കൂടി ആവുമ്പോൾ പിന്നെ നമുക്കറിയാലോ എന്തായാലും ആൾക്ക് എല്ലാം ചെയ്യാൻ പറ്റുന്നുള്ളത്. കാരണം അത്രയും അഡ്വഞ്ചർ ആയിരിക്കുമല്ലോ സർക്കസിൽ ചെയ്യുന്ന സമയത്ത്. അത് നന്നായിട്ട് തന്നെ കാണിച്ചത്. പക്ക ഒരു നമ്മളറിയില്ല വൈബ് അടിച്ചുപൊളി ഫെസ്റ്റിവൽ ആ ഒരു ടൈപ്പ് സോങ് അല്ല അങ്ങനെ പറയുവാണെങ്കിൽ. അപ്പൊ എന്തായാലും ആ ഒരു ഇൻട്രോ കഴിഞ്ഞു. ഹരിസ് വെറൈറ്റി കോമ്പോസിഷൻ. കാരണം വെച്ചാൽ ഇടക്കിടക്ക് എന്തൊക്കെയോ കയറി വരുന്നുണ്ട്, കണ്ടായിരുന്നോ? പക്ഷെ അതൊക്കെ ആ ബീറ്റിന് ചേരുന്ന രീതിയിലാണ് പോകുന്നത്. ഒന്നും നമ്മൾ പറയില്ലേ, ഒന്നും പുറത്തോട്ടല്ല, എല്ലാം കറക്റ്റ് ആയിട്ട് അതിന്റെ ഉള്ളിൽ തന്നെ ആ മീറ്ററിൽ പിടിച്ചേക്കാറില്ല. അതെല്ലാം ആ ഒരു ഭയങ്കര ഒരു ഇത് നമ്മളെങ്ങനെ തെറിച്ച് നിൽക്കുന്ന ഒരു ക്യാരക്ടർ ആയിട്ടാണ് ശരിക്കും കാണിച്ചിരിക്കുന്നത്. അപ്പൊ എന്തായാലും വെയിറ്റിംഗ് ഫോർ നെക്സ്റ്റ് സീൻ. അപ്പൊ ഈ മൂവിയിലെ മുന്നത്തെ സീൻസ് നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കാണുക. ചിലപ്പോൾ നിങ്ങൾ പാട്ട് കണ്ടു വരുന്നവരായിരിക്കും, അതാണ് പറഞ്ഞത്. അത്രേ ഉള്ളൂ. ബൈ ബൈ.